സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതതൻ ചാരുതയോ. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതതൻ ചാരുതയോ. Celebrating 50 magical years. ലത ടെക്സ്റ്റൈൽസ്, മെയിൻ റോഡ്, കട്ടപ്പന. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ്. സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടൻ വിളിച്ചു പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കല്ല കിടുക്കി ഡ്രസ്സ് വേണം, നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്, നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ, ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈച്ചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. രുചിയുടെ ഉയരങ്ങൾ കീഴടക്കൂ ഞങ്ങളോടൊപ്പം. അഡോൺ ബേക്കേഴ്സ്, പള്ളിക്കവല, കട്ടപ്പന. അഡോൺ ബേക്കേഴ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്, KG's ബിൽഡിംഗ്, ഇരട്ടയാർ റോഡ്, കട്ടപ്പന. ടേസ്റ്റ് ഇൻ ഹൈ റേഞ്ച്. ഏവർക്കും അഡോൺ ബേക്കേഴ്സിന്റെ ക്രിസ്മസ് ആശംസകൾ. You know that thing must be 100 years old. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोलना सुन मेरे प्यार की तुम मेरे डोलना सुन मेरी चाहते
വരുമിവളാരോ KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകൾ. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. നമസ്കാരം. ഇടുക്കി നെറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. പോലീസിന്റെ കടപരിശോധനയ്ക്കിടെ കൈഞ്ഞരമ്പ് മുറിച്ച് കടയുടമ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കഞ്ചാവ് റെയ്ഡ് നടത്തിയപ്പോഴാണ് ചെറുതോണി ഹൈമ ബ്യൂട്ടി പാർലർ ഉടമയായ സ്ത്രീ പോലീസിനോട് എതിർത്ത ശേഷം കടയ്ക്കുള്ളിൽ വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയത്. ഇടുക്കിയുടെ പ്രശ്നങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു സർക്കാർ ജീവനക്കാരൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമിയാണ് മുല്ലപ്പെരിയാർ വിഷയം ഉൾപ്പെടെ ഐക്യരാഷ്ട്രസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം തുടരുന്നത്. പ്രേക്ഷക സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിച്ച് കട്ടപ്പന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലോക്കൽ ചാനൽ ഉടമകൾ കേരള വിഷന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വ്യാപകമായി വെട്ടിനശിപ്പിക്കുന്നു. സാമൂഹ്യ വിരുദ്ധരായ ഇത്തരക്കാർ കേബിളുകൾ വെട്ടിനശിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് സംപ്രേഷണത്തിൽ തടസ്സം നേരിടുന്നത്. ചെറുതോണിയിൽ ജലവിതരണ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. കൂടാതെ വെള്ളം കുത്തിയൊലിച്ച് റോഡിന്റെ തിട്ടകൾ ഇടിയുന്നതും പതിവാകുന്നു. പ്രമുഖ ഗ്യാസ് കമ്പനി നെടുങ്കണ്ടം മേഖലയിലെ ഉപഭോക്താക്കളെ കുമളി ഏജൻസിയുടെ പരിധിയിലാക്കി. നെടുങ്കണ്ടം മേഖലയിലുള്ളവർ ഗ്യാസ് ഏജൻസി ഓഫീസിലെത്തണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട ഗതികേടിൽ. മാങ്കുളം സ്വദേശിനിയായ സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ തോട്ടമുടമയെ റിമാൻഡ് ചെയ്തു. പെരുമ്പാവൂർ നെടുന്തോട് കൊല്ലംകുടി വീട്ടിൽ മുഹമ്മദ് അലിയെയാണ് ദേവികുളം കോടതി റിമാൻഡ് ചെയ്തത്. വിശദമായ വാർത്തകളിലേക്ക്. പോലീസിന്റെ കടപരിശോധനയ്ക്കിടെ കൈഞ്ഞരമ്പ് മുറിച്ച് കടയുടമ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കഞ്ചാവ് റെയ്ഡ് നടത്തിയപ്പോഴാണ് ചെറുതോണി ഹൈമ ബ്യൂട്ടി പാർലർ ഉടമയായ സ്ത്രീ പോലീസിനോട് എതിർത്ത ശേഷം കടയ്ക്കുള്ളിൽ വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയത്. ബ്യൂട്ടി പാർലർ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടക്കുന്നതായി പലപ്പോഴും ഇടുക്കി പോലീസിന് അജ്ഞാത ഫോൺ കോളുകൾ എത്തിയിരുന്നു. ഇതേ തുടർന്ന് കടപരിശോധന നടത്തുവാനായി ഇടുക്കി സർക്കിൾ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും ഉൾപ്പെട്ട പോലീസ് സംഘമെത്തി. പരിശോധനയിൽ എതിർപ്പ് പ്രകടിപ്പിച്ച കടയുടമയായ സ്ത്രീ കടയ്ക്കുള്ളിൽ വെച്ച് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തുടർന്ന് വനിതാ പോലീസ് ഇടപെട്ട് ഇവരെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. സംഭവം അറിഞ്ഞെത്തിയ കടയുടമയുടെ ബന്ധുക്കൾ പോലീസുമായി വാക്കേറ്റമുണ്ടായി. ജില്ലാ ആസ്ഥാന മേഖലയിൽ കഞ്ചാവും മറ്റ് മയക്കുമരുന്നുകളും സുലഭമാവുന്നുവെന്ന വാർത്തകളെ തുടർന്നാണ് പോലീസ് റെയ്ഡ് നടത്തുവാൻ തീരുമാനിച്ചതെന്ന് അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കിയുടെ പ്രശ്നങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു സർക്കാർ ജീവനക്കാരൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമിയാണ് മുല്ലപ്പെരിയാർ വിഷയം ഉൾപ്പെടെ ഐക്യരാഷ്ട്രസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം തുടരുന്നത്. 15-ലധികം അന്താരാഷ്ട്ര സംഘടനയിൽ അംഗത്വം. അന്താരാഷ്ട്ര സമാധാന സംഘടനയിൽ
കേരളത്തിലെ പ്രവർത്തനങ്ങളിൽ ഏകോപിപ്പിക്കുന്ന ചുമതല. 3000-ലധികം വിവരാവകാശ രേഖകൾ, ഗിന്നസ്, ലിംക, ഇന്റർനാഷണൽ ഫെലോഷിപ്പ്, കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളുടെ പുരസ്കാരങ്ങൾ, അന്തർദേശിക തമിഴ് യൂണിവേഴ്സിറ്റി ഹോണസ്റ്റി ഡോക്ടറേറ്റ് എന്നിങ്ങനെ നിരവധി അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയിരിക്കുകയാണ് പീരുമേട്ടിലെ പോസ്റ്റൽ അസിസ്റ്റന്റായ ഗിന്നസ് മാടസ്വാമി. ജോലിയോടൊപ്പം സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും 15ഓളം വരുന്ന അന്തർദേശിക പരിസ്ഥിതി സമാധാന സംഘടനകളുടെ പ്രവർത്തനങ്ങളിലും പങ്കാളിയാണ്. യുദ്ധരഹിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സമാധാന സംഘടന ഫ്രണ്ട്ഷിപ്പ് ഓഫ് കോൺസിലേഷൻ, അമേരിക്കൻ ഫ്രണ്ട്സ് റിലേഷൻ കമ്മിറ്റി, പീസ് ആക്ഷൻ, ജുഡീഷ്യൽ കമ്മിറ്റി ഫോർ പീസ്, ഗ്രീൻ പീസ് ഇന്റർനാഷണൽ, സെൻട്രൽ ആംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ഗിന്നസ് വേൾഡ് റെക്കോർഡ് അവാർഡ്സ് തുടങ്ങി നിരവധി രാജ്യാന്തര സംഘടനകളിൽ ഗിന്നസ് മാടസ്വാമിക്ക് അംഗത്വമുണ്ട്. സർക്കാർ ജോലിയോടൊപ്പം ഇത്തരം പ്രവർത്തിക്കുന്ന അന്തർദേശീയ സംഘടനകളിൽ അംഗത്വമുള്ള ഇന്ത്യക്കാരനായ ഏക വ്യക്തിയായിരിക്കും ഡോക്ടർ ഗിന്നസ് മാടസ്വാമി. മാടസ്വാമിയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ കണ്ടാണ് ജനീവ ആസ്ഥാനമായ അന്താരാഷ്ട്ര സമാധാന സംഘടനയിൽ ആജീവനാന്ത അംഗത്വം ലഭിച്ചതും. പീരുമേട്ടിലും സമീപ പ്രദേശങ്ങളിലും ഉള്ള ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്കായി ആദ്യം ഓടിയെത്തുന്നതും ഗിന്നസ് മാടസ്വാമിയുടെ പക്കലാണ്. അത്രമാത്രം ജനപ്രിയനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഇന്റർനാഷണൽ പീസ് ബ്യൂറോ എന്ന് പറയപ്പെടുന്ന സംഘടനയിൽ ആജീവനാന്ത മെമ്പറാണ്. ഈ പീസ് ബ്യൂറോ എന്ന് പറയുന്ന സംഘടന സ്വിറ്റ്സർലാൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. അത് യുദ്ധരഹിത ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഈ സംഘടനയുടെ ആദ്യത്തെ ഇൻഡിവിജ്വൽ മെമ്പറായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ലെവലിൽ പ്രവർത്തിക്കുന്ന 20ഓളം സംഘടനകളിൽ ഞാൻ മെമ്പറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അമേരിക്കൻ ഫ്രണ്ട്സ് കമ്മിറ്റിയുടെ നോബൽ സമ്മാനത്തിന് വേണ്ടി അയക്കുന്ന പട്ടികയിൽ ഇടം ലഭിച്ചു കഴിഞ്ഞു. സമാധാനം, പരിസ്ഥിതി, രാജ്യാന്തര വിഷയങ്ങൾ തുടങ്ങിയവ ഉണ്ടാകുമ്പോൾ ഇത്തരം സംഘടനകൾ മുഖാന്തരം ഇടപെടൽ നടത്തുന്നു. 2012 ഒക്ടോബറിൽ നോബൽ ജേതാവായ മലാല യൂസഫ്സായിക്ക് താലിബാൻ ഭീകരരുടെ വെടിയേറ്റപ്പോൾ ഈ വിഷയം ആദ്യം രാജ്യാന്തര ശ്രദ്ധയിലേക്ക് എത്തിച്ചതും മാടസ്വാമിയാണ്. വെസ്റ്റ് ബംഗാളിലെ ദമ്പതികളുടെ 2.5 വയസ്സുള്ള കുട്ടിയെ പരിചരണക്കുറവിന്റെ കുറ്റം ചുമത്തി സർക്കാർ ഹോസ്റ്റൽ ഹോമിൽ പ്രവേശിപ്പിക്കുകയും കുട്ടിയെ 15 വയസ്സാകുന്നതുവരെ കാണുവാൻ പാടില്ല എന്ന് ഉത്തരവിറക്കുകയും ചെയ്തപ്പോൾ രാജ്യാന്തര തലത്തിൽ താൻ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ സമ്മർദ്ദം ഉപയോഗിച്ച് കഴിഞ്ഞ വർഷം കുട്ടികളെ ബന്ധുക്കൾക്ക് തിരികെ നൽകുകയും ചെയ്തു. അവസാനം മുല്ലപ്പെരിയാർ പ്രശ്നം ഐക്യരാഷ്ട്രസഭയിൽ മനുഷ്യാവകാശ കമ്മിറ്റിയിലൂടെ ഉന്നയിക്കുകയും രാജ്യാന്തര സംഘടനകൾ വഴി പരിഹാരം കാണുവാനുള്ള നീക്കങ്ങൾ നടത്തിവരികയും ചെയ്യുന്നു. ഒരു യുദ്ധരഹിത ലോകം സൃഷ്ടിക്കുക, ലോകരാജ്യങ്ങൾ നടത്തുന്ന സമരങ്ങൾ അവസാനിപ്പിക്കുക, ലോകം മുഴുവൻ സമാധാനം എന്നതാണ് ഈ പോസ്റ്റൽ അസിസ്റ്റന്റിന്റെ ഏക ആഗ്രഹം. ഏലപ്പാറ സ്വദേശി മാണിക്കത്തേവരുടെ മകനാണ് ഡോക്ടർ ഗിന്നസ് മാടസ്വാമി. മാതാവ് ശിവകാശി, കവിതയാണ് ഭാര്യ. അജിത്, അനിറ്റി എന്നിവർ മക്കളാണ്. പ്രേക്ഷക സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിച്ച് കട്ടപ്പന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലോക്കൽ ചാനൽ ഉടമകൾ കേരള വിഷന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വ്യാപകമായി വെട്ടി നശിപ്പിക്കുകയാണ്. സാമൂഹ്യവിരുദ്ധരായ ഇത്തരക്കാർ കേബിളുകൾ വെട്ടി നശിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് സംപ്രേഷണത്തിൽ തടസ്സം നേരിടുന്നത്. പ്രേക്ഷക സ്വാതന്ത്ര്യത്തിനു നേരെയുള്ള വെല്ലുവിളി, മാധ്യമ പ്രവർത്തനത്തിനു നേരെയുള്ള കടന്നുകയറ്റം, ഇതാണ് കട്ടപ്പന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലോക്കൽ ചാനലിന്റെ ഭാഗത്തുനിന്നും നിരന്തരമായി ഉണ്ടാകുന്നത്. 2000-ഉം 1000-ഉം രൂപ മുൻകൂർ വാങ്ങിയാണ് ഹൈറേഞ്ച് എന്ന പേരുൾപ്പെടുത്തിയ കേബിൾ നെറ്റ്വർക്ക് പ്രേക്ഷകരെ കബളിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഡെപ്പോസിറ്റ് ഇല്ലാതെ കണക്ഷൻ നൽകുകയും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിച്ച് മികച്ച ക്ലാരിറ്റിയിൽ കൂടുതൽ ചാനലുകൾ പ്രേക്ഷകരിലെത്തിച്ച് കേരള വിഷൻ ഇടുക്കി നെറ്റ് ഏകവേഗമാണ് ഏവരുടെയും പ്രിയപ്പെട്ടതായി മാറിയത്. മറ്റു മാർഗങ്ങളില്ലാതെ ഗതികേട് കൊണ്ട് ഹൈറേഞ്ച് ചാനലിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോയിരുന്ന പ്രേക്ഷകർ കേരള വിഷനെ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ആ ലോക്കൽ ചാനലിനെ ഉപേക്ഷിച്ച് നിരവധി പേരാണ് കേരള വിഷന്റെ കണക്ഷൻ സ്വന്തമാക്കിയത്. ഇതിൽ വിളറിപൂണ്ട ചാനൽ ഉടമയും കൂട്ടാളികളും ചേർന്നാണ് കേരള വിഷൻ ഇടുക്കി നെറ്റിന്റെ കേബിളുകൾ വ്യാപകമായി വെട്ടി നശിപ്പിക്കുന്നത്. 10-ലധികം കേസുകൾ ഹൈറേഞ്ച് ചാനലിന്റെ ഉടമയ്ക്കെതിരെ കട്ടപ്പന പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാ കാലത്തും പ്രേക്ഷകരെ പറ്റിച്ചിരുന്ന ഒരു പ്രസ്ഥാനത്തിന് ബദലായി പ്രേക്ഷകരുടെ ആവശ്യവും ഇഷ്ടാനുസരണങ്ങൾക്കും വില നൽകിയതാണ് കേരള വിഷനെതിരെ കട്ടപ്പനയിലെ ലോക്കൽ ചാനലിനെ പ്രകോപിപ്പിച്ചത്. ദയവായി പ്രേക്ഷകർ ഞങ്ങളോട് സഹകരിക്കുകയും ഞങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക് ഇടുക്കി നെറ്റ്. മാങ്കുളം സ്വദേശിനിയായ സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ തോട്ടമുടമയെ റിമാൻഡ് ചെയ്തു. പെരുമ്പാവൂർ നെടുംതോട് കൊല്ലംകുടി വീട്ടിൽ മുഹമ്മദ് അലിയെയാണ് ദേവികുളം കോടതി റിമാൻഡ് ചെയ്തത്. പെരുമ്പാവൂർ നെടുന്തോട്ട് കൊല്ലംകുടി വീട്ടിൽ മുഹമ്മദ് അലിയാണ് അറസ്റ്റിലായത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ PG ഗോപാലകൃഷ്ണന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടിയുടെ സ്കൂളിലെത്തി നടത്തിയ കൌൺസിലിംഗിലാണ് കുട്ടി പീഡനത്തിന് ഇരയായ വിവരം വെളിപ്പെടുത്തിയത്. ഇയാൾ കഴിഞ്ഞ 2 വർഷമായി തന്നെ പീഡിപ്പിക്കുകയാണെന്നും കുട്ടി മൊഴി നൽകി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ അടിമാലി സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. മൂന്നാർ DYSP പ്രഫുല്ലചന്ദ്രന്റെ നേതൃത്വത്തിൽ അടിമാലി SI സോൾജിമോന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാളെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാങ്കുളം സ്വദേശിയായ പെൺകുട്ടി, അച്ഛനും അമ്മയും അവിടെ ഏലത്തോട്ടത്തിലെ ജോലിക്കാരാണ്. അത് ഈ കേസിലെ പ്രതിയുടെ വീട്ടിലെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ അച്ഛനും അമ്മയും പലപ്പോഴും ജോലി സംബന്ധമായി പുറത്ത് പോകും. ആ സമയത്ത് ഈ പ്രതി കഴിഞ്ഞ 2 വർഷമായി നിരന്തരം ഈ കുട്ടിയെ സെക്ഷലി അബ്യൂസ് ചെയ്തതായിട്ടാണ് പരാതി കിട്ടിയത്.
പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതിയെ അന്വേഷണം നടത്തിയതിൽ സത്യമാണെന്ന് കണ്ടെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു. കാട്ടുമൃഗങ്ങളെ തുരത്താൻ വനം വകുപ്പ് സ്ഥാപിച്ച വൈദ്യുതി വേലികൾ നശിച്ചു. മക്കുവള്ളിയിലെ ജനങ്ങൾക്ക് കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാവുകയാണ്. കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും ജനങ്ങൾക്ക് സുരക്ഷ എന്ന ലക്ഷ്യത്തിലാണ് മക്കുവള്ളി വനമേഖലയിൽ ജനവാസ കേന്ദ്രത്തിന്റെ അതിർത്തിയിലായി വന്യജീവി വിഭാഗം വൈദ്യുതി വേലി നിർമ്മിച്ചത്. കാട്ടാന ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുന്നത് തടയുന്ന വിധത്തിൽ സോളാർ പാനൽ വഴി പ്രവർത്തിക്കുന്ന വൈദ്യുതി വേലികൾ ലക്ഷങ്ങൾ മുടക്കിയാണ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചത്. ഇതിൽ പലതും മൃഗങ്ങൾ തന്നെ തകർക്കാറുമുണ്ട്. എന്നാൽ യഥാസമയം ഇവ അറ്റകുറ്റപ്പണി നടത്തേണ്ടതും അധികൃതരുടെ ബാധ്യത തന്നെ. ഇത്തരത്തിലുള്ള അധികൃതരുടെ അനാസ്ഥയ്ക്ക് ബലിയാടാവുന്നതും ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. മക്കുവള്ളിയിലെ ജനങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടുവാനുള്ള കാട്ടുപാതയിൽ പലപ്പോഴും മൃഗങ്ങൾ പ്രത്യക്ഷപ്പെടും. ഇതുമൂലം ഇവിടുത്തെ ജനങ്ങൾ ഭീതിയിലാണ്. മക്കുവള്ളി മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ 5 കിലോമീറ്ററിലധികം കാട്ടിലൂടെ കാൽനടയായാണ് പഴേരിക്കണ്ടം, കഞ്ഞിക്കുഴി എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തുന്നത്. യാത്രാമധ്യേ പലപ്പോഴും ഇവർക്ക് കാട്ടുമൃഗങ്ങൾ ഭീതി ജനിപ്പിക്കുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായും മൃഗങ്ങളെ ചെറുക്കുവാൻ ഈ വൈദ്യുതി വേലിക്കാവില്ലെങ്കിലും ചെറുമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ കഴിയുമെന്നതിനാൽ വേലി തകർന്നതോടെ പ്രദേശത്തെ ജനങ്ങൾ കൂടുതൽ പരിഭ്രാന്തിയിലായിരിക്കുകയാണ്. കാട്ടുമൃഗങ്ങളിൽ നിന്നും ജനസുരക്ഷയ്ക്കായി ലക്ഷങ്ങൾ മുടക്കിയാണ് മക്കുവള്ളിയിൽ വനംവകുപ്പ് വൈദ്യുതി വേലികൾ നിർമ്മിച്ചത്. എന്നാൽ ഇന്ന് ഈ വേലികളെല്ലാം തകർന്ന് നാശമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മക്കുവള്ളിയിലെ ജനങ്ങളുടെ ആശങ്കയും വർദ്ധിച്ചിരിക്കുന്നു. മക്കുവള്ളിയിൽ നിന്നും ഇടുക്കി നെറ്റ് ന്യൂസിന് വേണ്ടി VK സ്റ്റാലിൻ. ചെറുതോണിയിൽ ജലവിതരണ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. കൂടാതെ വെള്ളം കുത്തിയൊലിച്ച് റോഡിന്റെ തിട്ടകൾ ഇടിയുന്നതും പതിവായി മാറുകയാണ്. ജലവിതരണ പൈപ്പുകൾ പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് ഇടുക്കി ജില്ലാ ആസ്ഥാനത്തെ നിത്യസംഭവമാണ്. പ്രതിദിനം ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുമ്പോഴും വാട്ടർ അതോറിറ്റി നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. ഇന്നലെ തൊടുപുഴ പുടിയമല സംസ്ഥാന പാതയുടെ ഭാഗമായി ജില്ലാ ആശുപത്രിക്ക് സമീപം പൈപ്പ് പൊട്ടി ഒഴുകുന്ന ദൃശ്യമാണിത്. വനത്തിലൂടെ വരുന്ന പൈപ്പുകൾ പൊട്ടി വെള്ളം കുത്തിയൊലിക്കുന്നത് മൂലം റോഡിന്റെ തിട്ട പലയിടത്തും ഇടിഞ്ഞു വീഴുന്നു. ഇതുമൂലം റോഡിന്റെ തിട്ടയിൽ നിൽക്കുന്ന മരങ്ങൾ നിലംപൊതിക്കുവാനും ഇത് റോഡിലൂടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയായിരിക്കുന്നതായും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ദിവസങ്ങളോളം നൂറുകണക്കിന് കുടുംബങ്ങൾ ഉപയോഗിക്കേണ്ട ശുദ്ധജലമാണ് വാട്ടർ അതോറിറ്റിയുടെ കെടുകാര്യസ്ഥത മൂലം പാഴാകുന്നത്. വേനൽ രൂക്ഷമായതോടെ ശുദ്ധജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലും ജില്ലാ ആസ്ഥാനത്തെ വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്ന ആക്ഷേപവും ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. പ്രമുഖ ഗ്യാസ് കമ്പനി നെടുങ്കണ്ടം മേഖലയിലെ ഉപഭോക്താക്കളെ കുമളി ഏജൻസിയുടെ പരിധിയിലാക്കി. നെടുങ്കണ്ടം മേഖലയിലുള്ളവർ ഗ്യാസ് ഏജൻസി ഓഫീസിൽ എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട ഗതികേടിലാണ്. പ്രമുഖ ഗ്യാസ് കമ്പനിയുടെ നെടുങ്കണ്ടം മേഖലയിലെ ഉപഭോക്താക്കളെ മുന്നറിയിപ്പ് കൂടാതെ കുമളിയിലെ പുതിയ ഏജൻസിയുടെ പരിധിയിലാക്കി. വിവിധ ആവശ്യങ്ങൾക്കായി ഉപഭോക്താക്കൾ ഏജൻസി ഓഫീസിൽ എത്തണമെങ്കിൽ 50ഓളം കിലോമീറ്റർ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. കട്ടപ്പനയിലെ വിതരണ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന നെടുങ്കണ്ടം, തൂക്കുപാലം, പാറത്തോട്, മുണ്ടിയരുമ, പച്ചടി, ചേമ്പളം തുടങ്ങിയ മേഖലകളിലെ 6000ഓളം ഉപഭോക്താക്കളെയാണ് മുന്നറിയിപ്പ് കൂടാതെ കുമളിയിലേക്ക് മാറ്റിയത്. കട്ടപ്പനയിലെ ഏജൻസിയിൽ നിന്ന് 2.5 മാസത്തിലൊരിക്കൽ എന്ന നിലയിലായിരുന്നു മേഖലയിൽ വിതരണം നടന്നിരുന്നത്. പ്രദേശത്തു നിന്ന് കൂടുതൽ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഏജൻസിയുടെ പരിധിയിലായതോടെ വിതരണം ഇനിയും വൈകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കൂടുതൽ ദൂരം മൂലം ഗതാഗത ഇനത്തിൽ 20 രൂപ അധികമായി പുതിയ ഏജൻസി ഈടാക്കുന്നുമുണ്ട്. കട്ടപ്പന കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഏജൻസി നെടുങ്കണ്ടം മേഖലയിൽ മികച്ച രീതിയിൽ വിതരണം നടത്തിയിരുന്നില്ല. വിതരണത്തിലെ അപാകതകളെക്കുറിച്ച് താലൂക്ക് സപ്ലൈ ഓഫീസിൽ പരാതിപ്പെട്ടാൽ ഉദ്യോഗസ്ഥരും കൈമലർത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. കൃത്യമായി വിതരണം നടത്തണമെന്ന് ഏജൻസിയോട് ആവശ്യപ്പെട്ടിട്ടും ഇവർ പാലിക്കാറില്ലായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഉപഭോക്താക്കളുടെ ബാഹുല്യം മൂലമാണ് കൃത്യസമയത്ത് വിതരണം നടത്താൻ കഴിയാതെ വന്നിരുന്നത്. ഹൈറേഞ്ചിൽ 30,000ഓളം ഉപഭോക്താക്കളാണ് ഈ ഏജൻസിയുടെ കീഴിൽ ഉള്ളത്. വിതരണത്തിലെ കാലതാമസം മൂലം നെടുങ്കണ്ടം കേന്ദ്രമാക്കി സപ്ലൈകോയുടെ വിതരണ ഏജൻസി ആരംഭിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. സപ്ലൈ ഓഫീസർ ജില്ലാ കളക്ടറുടെ ശുപാർശയോടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് കത്തയക്കുകയും ഏജൻസി തുടങ്ങാൻ അനുമതി നൽകിയിരുന്നതുമാണ്. എന്നാൽ കട്ടപ്പനയിലെ ഏജൻസി വിതരണം കാര്യക്ഷമമായി നടത്തിക്കൊള്ളാമെന്ന് ഉറപ്പു നൽകിയതോടെയാണ് ഈ നിർദ്ദേശം വേണ്ടെന്ന് വെച്ചത്. തെക്കിന്റെ കാശ്മീരായ മൂന്നാറിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച പാലങ്ങളുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. പാലങ്ങൾ യാഥാർത്ഥ്യമാവാൻ കാലതാമസം നേരിടുന്നത് മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാവുകയാണ്. മൂന്നാറിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനായി 3 പാലങ്ങളുടെ നിർമ്മാണം വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചിരുന്നു. എന്നാൽ ഇവയുടെ പണികൾ ഇഴയുകയാണ്. ഇതിൽ ഹൈഡൽ പാർക്കിന്റെ സമീപത്തെ പാലത്തിന്റെ പണി കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം 4 കോടി രൂപ ചെലവിൽ കഴിഞ്ഞ ഡിസംബർ മാസം പൂർത്തീകരിക്കും വിധത്തിലാണ് തുടക്കമിട്ടത്. ഇതുപോലെ CSI ദേവാലയത്തിന് സമീപം 6.5 കോടി രൂപ ചെലവിൽ പാലം പണി നടന്നുവരുന്നു. ഈ 2 പാലങ്ങളുടെ പണി നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുമൂലം ക്രിസ്മസ് സീസൺ അവധിക്ക് മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് 1 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിന് ശരാശരി 45 മിനിറ്റ് സമയമെങ്കിലും വേണ്ടിവരും. ഇതുമൂലം വിദേശികളും സ്വദേശിയുമായ സഞ്ചാരികൾക്ക് ദുരിതമാകുന്നു.
പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ ഇടുങ്ങിയ പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പാലത്തിന്റെ പണികൾ വൈകുന്നതും ഗതാഗതക്കുരുക്കിന് മുഖ്യ കാരണമാകുന്നു. മാട്ടുപ്പെട്ടി ദേവികുളം ഭാഗങ്ങളിലേക്ക് എത്താൻ ഈ പാലമാണ് ഏക ആശ്രയം. എന്നാൽ ഇപ്പോഴത്തെ കാലപ്പഴക്കം ചെന്ന ഇരുമ്പ് പാലത്തിലൂടെയാണ് ഭാരം കൂടിയ വാഹനങ്ങൾ വരെ സഞ്ചരിക്കുന്നത്. ഈ പാലം ഇടുങ്ങിയതായതിനാൽ ഒരേ സമയത്ത് 2 വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതിനിടയിൽ ഈ പാലത്തിന്റെ മറുവശത്ത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിൽ കുറച്ച് സ്ഥലമുള്ളതിനാൽ പാലത്തിന്റെ പണി വൈകാൻ മറ്റൊരു കാരണമാകുന്നു. ഇതിൽ അധികൃതരുടെ അനാസ്ഥ ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാണ്. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ ആധുനിക അറവുശാലയുടെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി നടത്തിവന്ന സമരം പിൻവലിച്ചു. കട്ടപ്പന ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനമുണ്ടായതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുളിയന്മലയിൽ നിർമ്മിച്ച ആധുനിക അറവുശാലയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ചർച്ചയിലൂടെ പരിഹാരമായി. ഇതേ തുടർന്ന് സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം പിൻവലിച്ചു. അറവുശാലയുടെ ബയോഗ്യാസ് പ്ലാന്റിന്റെ ടാങ്ക് പൊട്ടിയതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത പ്രശ്നങ്ങൾക്കാണ് പരിഹാരമാകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ടൌണിലെ മാലിന്യ നീക്കവും മാംസവിൽപ്പനശാലകളുടെ പ്രവർത്തനവും നിലച്ചിരുന്നു. ഡിവൈഎസ്പി പി കെ ജഗദീഷിന്റെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് നിയോഗിക്കപ്പെട്ട അംഗങ്ങളും സമരസമിതി അംഗങ്ങളും LDF നേതാക്കളും തമ്മിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങിയത്. ബയോഗ്യാസ് പ്ലാന്റിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ ാത്തതിനാൽ പൊട്ടിയ ടാങ്ക് പരിശോധിക്കാൻ തീരുമാനമുണ്ടായി. ചർച്ചയെ തുടർന്ന് പഞ്ചായത്ത് എഞ്ചിനീയർ, സമരസമിതി നേതാക്കൾ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്ലാന്റിന്റെ പ്രവർത്തനം പരിശോധിച്ചു. പ്ലാന്റിന്റെ പ്രവർത്തനം പുനഃസ്ഥാപിക്കാൻ നടപടിയെടുക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കരമാലിന്യം കത്തിക്കുന്നത് നിർത്താനും ഇനി കൊണ്ടുവരുന്നവ ജൈവതരം തിരിക്കൽ നടത്തി ജൈവ യൂണിറ്റും പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് മാറ്റാനും തീരുമാനിച്ചു. ജലസ്രോതസ്സുകളിൽ ഓട നിർമ്മിച്ച് സംരക്ഷിക്കാനും തീരുമാനമായിട്ടുണ്ട്. അറവുശാലയിൽ വ്യാഴാഴ്ച മുതൽ സ്ഥിരം വാച്ചറെ നിയമിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് ഉപദ്രവമുണ്ടാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനം പാടില്ല എന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവിടെ കൊണ്ടുവരുന്ന വേസ്റ്റ് കത്തിക്കത്തില്ലെന്നും അത് തീ ഉള്ളത് അണച്ചുകൊണ്ട് അവിടെ പുതിയതായി കൊണ്ടുവരുന്ന വേസ്റ്റുകളെല്ലാം തരംതിരിച്ച് അവിടെ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ജൈവ യൂണിറ്റ് ഉണ്ടാക്കി പ്രവർത്തിക്കുമെന്ന ധാരണയും തീരുമാനമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ചർച്ചയിൽ ഡിവൈഎസ്പി, CI, വണ്ടൻമേട് SI, പഞ്ചായത്ത് അംഗങ്ങളായ സുധർമ്മ മോഹൻ, സിജു ചക്കുമൂട്ടിൽ, ഗിരീഷ് മാലിയിൽ, LDF നേതാക്കളായ VR ശശി, സമരസമിതി നേതാക്കളായ MC ബിജു, മാത്യു M ഫിലിപ്പ്, ശശികുമാർ, PS സാജൻ, തോമസ് സെബാസ്റ്റ്യൻ, G അയ്യപ്പൻ എന്നിവർ പങ്കെടുത്തു. ഈ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സത്യാഗ്രഹം പിൻവലിച്ചതെന്ന് സമരസമിതി നേതാക്കളായ MC ബിജു, മാത്യു M ഫിലിപ്പ്, ശശികുമാർ, PS സാഗരൻ, തോമസ് സെബാസ്റ്റ്യൻ, G അയ്യപ്പൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇനിയൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ ആദ്യ ട്രൈബൽ പഞ്ചായത്തായ ഇടമലക്കുടിക്ക് ഇനി പോസ്റ്റ് ഓഫീസും സ്വന്തം. അൻപത് വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതൻ ചാരുതയോ. മഴവില്ലഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledha Textiles, Main Road, Kattapana. KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ് സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടൻ വിളിച്ചു പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കല്ല കിടുക്കി ഡ്രസ്സ് വേണം, നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്, നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന.
ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡിംഗ് ജ്വല്ലറി. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ ആദ്യ ട്രൈബൽ പഞ്ചായത്തായ ഇടമലക്കുടിക്ക് ഇനി പോസ്റ്റ് ഓഫീസും സ്വന്തം. മൂന്നാറിൽ നടന്ന ചടങ്ങിൽ ദേവികുളം സബ് കളക്ടർ GR ഗോകുലാണ് പോസ്റ്റ് ഓഫീസ് നാടിന് സമർപ്പിച്ചത്. ഉദ്ഘാടന യോഗത്തിൽ പോസ്റ്റൽ ഇൻസ്പെക്ടർ ബോബി ജോൺ അധ്യക്ഷനായിരുന്നു. ദേവികുളം സബ് കളക്ടർ GR ഗോകുൽ പോസ്റ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്രയും ഒരു ചെറിയൊരു ടൈം ഫ്രെയിമിൽ തന്നെ അത് ഇതിനോട് ഇനീഷ്യൽ ഡിസ്കഷൻ എന്റെ സീനിയർ ഓഫീസറായ ശ്രീ മുഹമ്മദ് സഫീറുള്ളയാണ് തുടങ്ങിയത് എന്നറിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് വളരെ ഒരു ചെറിയൊരു ടൈം ഫ്രെയിമിൽ തന്നെ അത് ഒരു റിയലൈസേഷനിൽ എത്തിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിനും എന്റെ ആശംസകൾ. ഇടുക്കി ഡിവിഷണൽ സൂപ്രണ്ട് K ഗുണശേഖരൻ, മൂന്നാർ പോസ്റ്റ് മാസ്റ്റർ സാംസൺ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. യോഗത്തിൽ ഇടമലക്കുടി പോസ്റ്റ് ഓഫീസിന്റെ ബോർഡ് പ്രകാശനം നടന്നു. ഉദ്ഘാടന ദിവസത്തിൽ 100 പോസ്റ്റൽ സേവിംഗ്സ് അക്കൌണ്ട് പാസ്ബുക്ക് സബ് കളക്ടർ ഇടമലക്കുടി പോസ്റ്റ് ഓഫീസ് ജയരാമന് കൈമാറി. കുടികളിലെ ആദിവാസികൾക്കുള്ള വിവിധ ക്ഷേമ പെൻഷനുകൾ, തൊഴിലുറപ്പ് വേതനം, പോസ്റ്റൽ സേവിംഗ്സ്, നിക്ഷേപങ്ങൾ എന്നീ സേവനങ്ങൾ ഇനി മുതൽ ഇടമലക്കുടി പോസ്റ്റ് ഓഫീസിൽ നിന്നും ലഭ്യമാകും. CPM കട്ടപ്പന ഏരിയ സമ്മേളനം 22, 23 തീയതികളിൽ കട്ടപ്പനയിൽ വെച്ച് നടക്കും. സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPM കട്ടപ്പന ഏരിയ സമ്മേളനത്തോടെ ഏരിയ കമ്മിറ്റി വിഭജിച്ച് കട്ടപ്പന, വണ്ടൻമേട് ഏരിയ കമ്മിറ്റികൾക്ക് രൂപം നൽകുമെന്ന് നേതാക്കൾ പറഞ്ഞു. 1986 ഓഗസ്റ്റ് 14 കാഞ്ചാറിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് കട്ടപ്പന ഏരിയ കമ്മിറ്റി നിലവിൽ വന്നത്. 6 ലോക്കൽ കമ്മിറ്റികളും 82 ബ്രാഞ്ചുകളിലുമായി 748 അംഗങ്ങളാണ് അന്നുണ്ടായിരുന്നത്. 28 വർഷത്തെ പ്രവർത്തനത്തിന്റെ ഫലമായി 12 ലോക്കൽ കമ്മിറ്റികളും 176 ബ്രാഞ്ചുകളും 2187 അംഗങ്ങളുമായി ഇത് വളർന്നു. ഈ സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാനാണ് ഏരിയ കമ്മിറ്റി വിഭജിക്കുന്നത്. വണ്ടൻമേട്, ചക്കുവള്ളം, അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന വണ്ടൻമേട് ഏരിയ കമ്മിറ്റിയും കട്ടപ്പന, കാഞ്ചിയാർ, ഇരട്ടയാർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന കട്ടപ്പന കമ്മിറ്റിയുമാണ് രൂപീകരിക്കുന്നത്. 21 പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി വിവിധ നിലവാരത്തിലുള്ള സമ്മേളനങ്ങൾ ഇതിന്റെ ഭാഗമാണ്. ഈ മാസം 22, 23 തീയതി കട്ടപ്പന ഏരിയ സമ്മേളനം KK ചെല്ലപ്പൻ കട്ടപ്പന ടൗൺഹാളിൽ വെച്ച് നടക്കും. 22 തീയതി രാവിലെ 9 മണി രജിസ്ട്രേഷൻ ആരംഭിക്കും. 9:30 റബ്ബാളുടന്മാരുടെ അസംബ്ലി തുടങ്ങുകയാണ്. കട്ടപ്പന പഞ്ചായത്ത് മൈതാനിൽ അനീഷ് രാജൻ കുറ്റസാക്ഷി നഗർ പതാക ഉയർത്തി ഉദ്ഘാടനം. 22 തീയതി രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷൻ നടക്കും. 9:30 ടൗൺഹാളിൽ നിന്ന് റെഡ് വോളണ്ടിയർ പരേഡിന്റെ അകമ്പടിയോടെ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മൈതാനിയിലേക്ക് റാലി നടക്കും. ഇവിടെ പതാക ഉയർത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ടൗൺഹാളിൽ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. സംസ്ഥാന കമ്മിറ്റി അംഗം KK ജയചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ 12 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി 137 തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും 19 ഏരിയ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കും. സമ്മേളനത്തിൽ പുതിയ കമ്മിറ്റിയെയും സെക്രട്ടറിയെയും ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുക്കും. സമ്മേളനം 23 സമാപിക്കുമെന്ന് ഏരിയ സെക്രട്ടറി KR സോദരൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ KA മണി, മാത്യു ജോർജ്, VR സജി എന്നിവർ അറിയിച്ചു. മാട്ടുപ്പെട്ടി ഡാമിൽ ബോട്ടിംഗിനെത്തിയ വിനോദസഞ്ചാരികൾക്ക് തേനീച്ചയുടെ കുത്തേറ്റ സംഭവത്തെ തുടർന്ന് ബോട്ടിംഗ് നിർത്തിവെച്ചു. വ്യാഴാഴ്ചയാണ് കണ്ണൂർ സ്വദേശികളായ വിനോദസഞ്ചാരികൾ തേനീച്ചയുടെ ആക്രമണത്തിന് ഇരയായത്. വ്യാഴാഴ്ച ഉച്ചയോടെ മാട്ടുപ്പെട്ടി ബോട്ടിംഗിനെത്തിയ കണ്ണൂർ സ്വദേശികളായ ഒരേ കുടുംബത്തിലെ അംഗങ്ങളായ റാഫി, സബിത, അസ്ഫിയ,
റിയാത്ത്, അൻസിയ, ഷംസുദ്ദീൻ, അൻഫാദ്, സന ഫാത്തിമ, ഷംസിൻ, ഷിബാന, ഷാഹിസ്, ഫറാന, സന, അർഹിദ്, സഹീറ എന്നിവർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. തേനീച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരെ മൂന്നാർ ടാറ്റ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സ നൽകി. ബോട്ടിങ്ങിന് സമീപം കൂടുകൂട്ടിയിരുന്ന തേനീച്ച കൂട്ടത്തോടെ ഇളകി ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് മാട്ടുപ്പെട്ടിയിലെ ബോട്ടിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചു. കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിക്കുന്ന ത്രിദിന ശില്പശാലയ്ക്ക് കുമളിയിൽ തുടക്കമായി. ICDS അഴുത ബ്ലോക്ക് പ്രോജക്ട് ഓഫീസിന്റെ നേതൃത്വത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത്. കൗമാരക്കാരായ 50ഓളം പെൺകുട്ടികൾ ശില്പശാലയിൽ പങ്കെടുത്തു. കൗമാരക്കാർ അറിഞ്ഞിരിക്കേണ്ട വിജ്ഞാനപ്രദമായ വിവരങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുവാൻ അവർക്ക് സംശയ നിവാരണത്തിനുള്ള വേദിയുമായിട്ടാണ് ത്രിദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കുട്ടികൾക്ക് ആത്മവിശ്വാസവും അറിവും പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ത്രിദിന ശില്പശാല കുമളി പഞ്ചായത്തിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊൻരാജ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TN ശശി, സിബി വർഗീസ്, റോബിൻ കാരക്കാട്ടിൽ, മറ്റു ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമളി. ഹൈറേഞ്ചിലെ പാതയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തി ആനത്തൊട്ടാവാടികൾ വ്യാപകമാകുന്നു. വൻ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന മുൾച്ചെടിയാണ് ആനത്തൊട്ടാവാടി. ഹൈറേഞ്ചിലെ പ്രധാന പാതയോരങ്ങളിലെല്ലാം ആനത്തൊട്ടാവാടി ഇപ്പോൾ വ്യാപകമാണ്. വളവുകളിൽ മുൻവശത്തെ റോഡിന്റെ കാഴ്ചകൾ മറയ്ക്കുന്ന രീതിയിലാണ് ആനത്തൊട്ടാവാടികൾ വളർന്നു നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഏലത്തോട്ടങ്ങളിലേക്ക് എത്തിച്ച ചാണകത്തിലൂടെയും കോഴിവളത്തിലൂടെയുമാണ് ഈ പാഴ്ചെടിയുടെ വിത്തുകൾ ഹൈറേഞ്ചിലേക്ക് എത്തിയത്. അതിവേഗം വളരുന്ന ഈ ചെടികൾ പാതയോരങ്ങളിൽ കഴിഞ്ഞ 4 വർഷത്തിനിടെയാണ് ഇത്രയേറെ വ്യാപകമാകുന്നത്. റോഡിലേക്ക് പടർന്നു കിടക്കുന്ന ആനത്തൊട്ടാവാടിയുടെ തണ്ടുകളിലെ മുള്ളുകൾ കാൽനട യാത്രികർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാണ്. ഈ മുള്ളുകൾ മനുഷ്യ ശരീരത്തിൽ ഉരഞ്ഞാൽ അലർജി, പനി തുടങ്ങിയ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയും ഏറെയാണ്. ആനത്തൊട്ടാവാടിയുടെ മുള്ളിലെ വിഷാംശമാണ് അലർജിക്ക് കാരണമാകുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. കുട്ടികളെയാണ് ഈ വിഷാംശം പെട്ടെന്ന് ബാധിക്കുക. മുള്ളുകൊണ്ടുണ്ടാവുന്ന മുറിവിലൂടെ വിഷാംശം രക്തത്തിൽ കലരുന്നതോടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നതാണ് അലർജിക്കും പനിക്കും കാരണമാകുന്നത്. ഇത്രയേറെ അപകടകാരികളായ പാതയോരത്തെ ആനത്തൊട്ടാവാടികൾ നശിപ്പിക്കാനുള്ള നടപടികൾ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ സ്വീകരിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. KM സ്നോബി, ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. നെടുങ്കണ്ടം കുന്നുകുഴി മേഖലയിൽ വൈദ്യുതി മുടക്കം പതിവായി. വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിൽ സെക്ഷൻ ഓഫീസ് ഉപരോധിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നെടുങ്കണ്ടം കുന്നുകുഴി മേഖലയിൽ പതിവായി വൈദ്യുതി മുടങ്ങുന്നതായി AIYF ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മേഖലയിൽ ദിവസേന 10 തവണയെങ്കിലും വൈദ്യുതി മുടങ്ങും. വിവരങ്ങൾ തിരക്കാൻ KSEB ഓഫീസുമായി ബന്ധപ്പെട്ടാൽ സമീപവാസികളായ വയറിംഗ് തൊഴിലാളികളുമായി ബന്ധപ്പെടാനാണ് അറിയിക്കുക. പ്രദേശത്ത് വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങളാണ് വൈദ്യുതി മുടക്കത്തിന് പ്രധാന കാരണം. ഇവ വെട്ടിമാറ്റുന്നതിന് നാട്ടുകാർ സഹായിക്കാൻ തയ്യാറാണെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് വേണ്ട നടപടി ഉണ്ടായിട്ടില്ല. നെടുങ്കണ്ടം ടൗണിനോട് തൊട്ടടുത്ത പ്രദേശമാണ് കുന്നൂഴി മേഖല. കുന്നൂഴി മേഖലയിൽ വൈദ്യുതി സംബന്ധമായ രീതിയിൽ എല്ലാ ദിവസങ്ങളിലും ഓരോ പ്രശ്നമാണ്. അതായത് ഒരു ദിവസം ആ മേഖലയിൽ ഈ ടൗണിൽ കറണ്ട് ഉള്ള സമയത്ത് ഒരു ദിവസം ഒരു 10 തവണയെങ്കിലും കുന്നൂഴി മേഖലയിൽ കറണ്ട് പോയി. അങ്ങനെ കറണ്ട് പോയിരിക്കുന്ന സമയത്ത് അവിടെയുള്ള നാട്ടുകാരെ അവര് പകല് വീട്ടിലുള്ള ആളുകളൊന്നുമല്ല, എല്ലാവരും കൃഷിക്കാരാണ്. അപ്പൊ അവർ വരുന്ന സമയത്ത് കുറച്ച് സമയങ്ങൾ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് പഠിക്കുന്ന പിള്ളേർക്ക് പഠിക്കാനും ഒക്കെ ആ ഒരു സമയത്താണ് ഇവരുടെ ഈ കറണ്ട് കട്ട് നിരന്തരമായിട്ട് ഉള്ളത്. പ്രദേശവാസികളായ ചിലർക്ക് അമിത വൈദ്യുതി ബില്ലാണ് ലഭിക്കുന്നതെന്നും പരാതിയുണ്ട്. വിവരം ഉദ്യോഗസ്ഥരെ അറിയിക്കുമ്പോൾ വയറിംഗിന്റെ പ്രശ്നമാണെന്നും വീണ്ടും വയറിംഗ് ചെയ്യണമെന്നും അറിയിക്കുകയാണ് ചെയ്യുന്നത്. പുതിയ വയറിംഗ് കഴിഞ്ഞിട്ടും അമിത ബില്ല് തുടർന്നാൽ പരിശോധിച്ചിട്ട് അറിയിക്കാമെന്ന സ്ഥിരം പല്ലവിയാണ് നൽകുക. മേഖലയിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ സെക്ഷൻ ഓഫീസ് ഉപരോധമടക്കമുള്ള സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന് AIYF ഉടുമ്പൻചോല മണ്ഡലം സെക്രട്ടറി സന്തോഷ് ഇടമന, പ്രസിഡന്റ് അജീഷ് മുതുകുന്നേൽ, ഷിനൂബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 110 കിലോ ഭാരമുള്ള കാച്ചിൽ വിളയിച്ച് മാതൃകയാവുകയാണ് രാജകുമാരി സ്വദേശിയായ കർഷകൻ. കാർഷിക രംഗത്ത് ഒട്ടേറെ അംഗീകാരങ്ങൾ നേടിയ രാജകുമാരി സ്വദേശിയായ അയ്യപ്പൻ എന്ന കർഷകൻ തന്റെ കൃഷിയിടത്തിൽ വിളഞ്ഞ ഭീമൻ കാച്ചിൽ അടിമാലി ഫെസ്റ്റിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ഏർപ്പെടുത്തിയുള്ള സമ്മിശ്ര കർഷകനുള്ള അവാർഡ് ലഭിച്ച അയ്യപ്പന്റെ കൃഷിയിടത്തിലാണ് 110 കിലോ തൂക്കമുള്ള ഭീമൻ കാച്ചിൽ വിളഞ്ഞത്. പറിക്കുമ്പോൾ ഏകദേശം 60 കിലോ തൂക്കമുണ്ടാകുമെന്ന് വിചാരിച്ച ഇവരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ത്രാസിൽ തൂക്കുമ്പോഴുണ്ടായിരുന്ന അളവ്. ഉടൻ തന്നെ അടിമാലി ഫെസ്റ്റ് സംഘാടകരുമായി ബന്ധപ്പെടുകയും ഡിസംബർ 26 നടക്കുന്ന കാർഷിക വിള പ്രദർശനത്തിൽ ഭീമൻ കാച്ചിൽ പ്രദർശിപ്പിക്കാനായി തയ്യാറാക്കുകയാണ് ഈ കർഷകൻ. ഞങ്ങൾ പ്രാവശ്യത്തെ കൃഷി കാച്ചിൽ നട്ടതിൽ ഒരു കാച്ചിൽ 110 കിലോത്തോളം തൂക്കം ഉണ്ടായിരുന്നു. അത് അടിമാലി ഫെസ്റ്റിന് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ച് കൊണ്ടുപോകാൻ വെച്ചേക്കണം. ബ്ലോക്കിന്റെ അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ വർഷം.
2013 ഡിസംബർ അവസാന വാരത്തിൽ നടന്ന ഇടുക്കി ഫെസ്റ്റിന്റെ വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഫെസ്റ്റ് കമ്മിറ്റി ചെയർമാൻ റോഷി അഗസ്റ്റിൻ MLA അധ്യക്ഷതയിലാണ് കണക്കുകൾ അവതരിപ്പിച്ചത്. 2013 ഡിസംബറിൽ ജില്ലാ ആസ്ഥാനത്ത് നടന്ന ഇടുക്കി ഫെസ്റ്റിന്റെ വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ഫെസ്റ്റ് കഴിഞ്ഞ് ഏകദേശം 1 വർഷക്കാലമായിട്ടും വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചിട്ടില്ല എന്ന ആക്ഷേപം കഴിഞ്ഞ 2 മാസക്കാലമായി നിലനിൽക്കുകയായിരുന്നു. ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ച കമ്മിറ്റിയിൽ കൺവീനർ കൂടിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ ആമുഖമായി വിഷയങ്ങൾ അവതരിപ്പിച്ചു. ധനകാര്യ കമ്മിറ്റി ചെയർമാൻ ജോസ് കുഴിക്കണ്ടം വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചു. എന്നാൽ കണക്കുകളിലെ അവ്യക്തത മൂലം കണക്കുകൾ ജനകീയ സമിതിയുടെ ഓഡിറ്റിംഗിന് ശേഷം അംഗീകരിക്കാമെന്ന നിർദ്ദേശം CPM ഇടുക്കി ഏരിയ കമ്മിറ്റി സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ പറഞ്ഞു. നിർദ്ദേശം ഏകകണ്ഠമായി അംഗീകരിച്ചതോടെ 7 ജനകീയ സമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് യോഗം പിരിഞ്ഞു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജോ തടത്തിൽ, മരിയാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KK സ്റ്റബി, ജോയി കൊച്ചുകരോട്ട്, ശശി കടപ്പളാക്കൽ, കുഞ്ഞമ്മ തോമസ്, പൊതുപ്രവർത്തകരായ KG സത്യൻ, അപ്പച്ചൻ ഏറത്ത്, സജി തടത്തിൽ, സാംകുട്ടി ജോർജ്, സാജൻ കുന്നേൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിൽ 11ാമത് വാർഷിക ആഘോഷങ്ങൾ നടന്നു. സ്കോള ഫെസ്റ്റ് എന്ന പേരിലാണ് വാർഷികാഘോഷങ്ങൾ നടന്നത്. സ്കൂളിലെ പ്രധാന വേദിയായ സെന്റ് പോൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ ഡോക്ടർ PT ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ അധ്യക്ഷനായിരുന്നു. ഫാദർ ജോയി വള്ളവുംകുന്നേൽ, സ്വരാജ് സെന്റ് പോൾസ് ചർച്ച് വികാരി ഫാദർ റോയി പുലിയുറുമ്പിൽ, സ്കൂൾ പ്രിൻസിപ്പൽ മാത്യു അഗസ്റ്റിൻ, MPTA പ്രസിഡന്റ് സുബിത തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാഭിരുചി പ്രകടമാക്കിയ കലാസന്ധ്യയും നടന്നു. സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഒരുക്കിയ വിദ്യാഭ്യാസ പ്രദർശനത്തിന് വാർഷികാഘോഷങ്ങളോടെ സമാപനമായി. ശാസ്ത്ര കലാരംഗങ്ങളിൽ നിന്നായി നിരവധി സ്റ്റാളുകളാണ് പ്രദർശനത്തിനായി സജ്ജീകരിച്ചിരുന്നത്. ഇനി ഫോക്കസ് ഇടുക്കിയിലേക്ക്. പ്രാദേശിക കലാകാരന്മാർക്ക് വേദിയൊരുക്കി സ്വരാജ് സയൻ പബ്ലിക് സ്കൂൾ വേദിയാകുന്നു. സ്കൂളിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ മുഖ്യാതിഥികളായി എത്തുന്നത് ഹൈറേഞ്ചിൽ നിന്ന് കലാകേരളത്തിന്റെ ഭാഗമായ പ്രതിഭകളാണ്. ഫോക്കസ് ഇടുക്കിയിലേക്ക്. കലാരംഗത്ത് പ്രശസ്തിയുടെ പടവുകൾ കയറുമ്പോഴും ഹൈറേഞ്ചിൽ നിന്നുള്ള കലാകാരന്മാർക്ക് അർഹമായ പരിഗണന സ്വന്തം നാട്ടിൽ നിന്ന് ലഭിക്കാതിരിക്കുമ്പോഴാണ് ഇത്തരം പ്രതിഭകൾക്ക് വേദിയൊരുക്കി സയൻ പബ്ലിക് സ്കൂൾ മാതൃകയാകുന്നത്. സ്കൂളിലെ വാർഷികാഘോഷങ്ങളിലും മറ്റ് സാംസ്കാരിക ചടങ്ങുകളിലും ഹൈറേഞ്ചിൽ നിന്നുള്ള കലാകാരന്മാരെയും കലാകാരികളെയുമാണ് സ്കൂൾ അധികൃതർ മുഖ്യാതിഥികളായി ക്ഷണിക്കുന്നത്. സ്കൂളിലെ LKG വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശിശുദിനാഘോഷ പരിപാടികളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് തിരക്കഥാകൃത്തും അഭിനേതാവും മാധ്യമപ്രവർത്തകനുമായ അനിൽ K. ശിവറാമായിരുന്നു. കഥകളിലൂടെയും കവിതയിലൂടെയും മാനുഷിക മൂല്യങ്ങൾ സദസ്സിന് പകർന്നു നൽകിയാണ് അനിൽ K. ശിവറാം അന്ന് വേദിവിട്ടത്. സൂര്യ സിംഗർ ഫെയിം ഭാഗ്യലക്ഷ്മിയായിരുന്നു സ്കൂളിന്റെ 11ാമത് വാർഷികാഘോഷ വേദിയിലെ താരം. ഹൈറേഞ്ചിൽ നിന്ന് സംഗീത ലോകത്ത് ഉയരങ്ങൾ കീഴടക്കുന്ന ഈ കൊച്ചുമിടുക്കിക്ക് തന്റെ അനുഭവങ്ങൾ സമപ്രായക്കാരായ സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കാനുള്ള അവസരമാണ് സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കലിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയത്. വിസ്മയകരമായ ആ സ്വരമാധുര്യം നുകരുവാനുള്ള അവസരവും സദസ്സിന് ലഭ്യമായി. പ്രാദേശിക കലാകാരന്മാരെ അറിഞ്ഞാദരിക്കുന്നതോടൊപ്പം കലാരംഗത്ത് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന സ്കൂളിലെ പ്രതിഭകൾക്ക് ഈ കലാകാരന്മാരുടെ അനുഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാനുള്ള അവസരം കൂടിയാണ് സ്കൂൾ അധികൃതർ ഒരുക്കുന്നത്.
KM സുനോബി, ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇനി ക്രിസ്മസ് വിശേഷങ്ങൾ. അനാഥർക്കൊപ്പം ക്രിസ്മസ് ആഘോഷിച്ച് അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വ്യത്യസ്തരായി. അട്ടപ്പള്ളം അസീസി സ്നേഹഭവനിലെ അന്തേവാസികൾക്കൊപ്പമായിരുന്നു അണക്കര സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷം. അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നല്ലപാടം ക്ലബിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അട്ടപ്പള്ളം അസീസി സ്നേഹഭവനിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ജില്ലാ കലോത്സവ വിജയ കുമാരി നമിത ബിനു കുച്ചിപ്പുടി അവതരിപ്പിക്കുകയും അട്ടപ്പള്ളം അസീസി സ്നേഹാശ്രമത്തിലെ അന്തേവാസികൾക്കൊപ്പം വിദ്യാർത്ഥികൾ കേക്ക് മുറിക്കുകയും കലാപരിപാടികളും കരോൾ ഗാനങ്ങളും ആലപിക്കുകയും ചെയ്തു. അധ്യാപകരായ മാണി കുര്യാക്കോസ്, ജോൺ ബോൾ റോബൻസൺ, അനൂപ് ചാക്കോ, തനുജ കെ ബാലൻ, രാധാമണിയമ്മ, സിന്ധു റോബൻസൺ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുമളി. ചേറ്റുകുഴിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള വിവിധ ക്രൈസ്തവ സഭകളുടെ ആഭിമുഖ്യത്തിൽ സംയുക്ത ക്രിസ്മസ് ആഘോഷ പരിപാടികൾ 21-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചേറ്റുകുഴി, വണ്ടമേട്, വെള്ളിമല, കൊച്ചറ, മന്തിപ്പാറ, അപ്പാപ്പിക്കട, അന്യാർത്തുളു, കുഴുത്തുളു, രാജാക്കണ്ടം തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലെ കാത്തോലിക്, ഓർത്തഡോക്സ്, CSI, മാർത്തോമ ഇടവകയിലെ വൈദികരുടെയും അൽമായരുടെയും ആത്മീയ കൂട്ടായ്മയായ ചേറ്റുകുഴി ക്രിസ്ത്യൻ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംയുക്ത ക്രിസ്മസ് ആഘോഷം 21-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് നടക്കും. റാലിയോടുകൂടി ആരംഭിക്കുന്ന പരിപാടിയിൽ വിവിധ ഇടവകളിൽ നിന്നുമായുള്ള വാദ്യമേളങ്ങളും ഗായിക സംഘങ്ങളും നിശ്ചല ചിത്രങ്ങളും ക്രിസ്മസ് പാപ്പാമാരും മാലാഖമാരുടെ വേഷമണിഞ്ഞ കുഞ്ഞുങ്ങളും റാലിയിൽ അണിചേരും. കഴിഞ്ഞ വർഷം രൂപീകൃതമായ ക്രിസ്ത്യൻ അസോസിയേഷന്റെ 1-ാം വാർഷികവും സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിന്റെ ഉദ്ഘാടനവും മാർത്തോമ സഭയുടെ കോട്ടയം കൊച്ചി ബിഷപ്പ് ഡോക്ടർ മാത്യൂസ് മാർ മാർക്കാരിയോസ് നിർവഹിക്കും. ക്രിസ്മസ് ആഘോഷങ്ങളിൽ വിവിധ ഗായിക സംഘങ്ങൾ ഗാനങ്ങൾ ആലപിക്കും. പരിപാടിയോടനുബന്ധിച്ച് വിവിധ ഇടവകളിൽ നിന്നും തെരഞ്ഞെടുത്ത പ്രത്യേകം പരിശീലിപ്പിച്ച ക്രിസ്ത്യൻ അസോസിയേഷൻ ഗായിക സംഘത്തിന്റെ ഉദ്ഘാടനവും നടക്കും. പരിപാടിയിൽ ജനാബ് അബ്ദുൾ റസാഖ്, R മണിക്കുട്ടൻ, ജോസഫ് മാത്യു തുടങ്ങിയവർ സംസാരിക്കും. കൂടാതെ സംസ്ഥാനതലത്തിൽ കായിക മത്സരങ്ങളിൽ അഭിമാനാർഹരായ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ പ്രത്യേകം ആദരിക്കുകയും ചെയ്യും. CLCയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ വർഷം വിപുലമായ ക്രിസ്മസ് പരിപാടികൾ നടത്തപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഈ വർഷവും ചേറ്റുകുഴി കേന്ദ്രീകരിച്ച് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ക്രിസ്മസ് റാലിയും തുടർന്ന് പൊതുസമ്മേളനവും നടത്തപ്പെടുന്നതാണ്. കട്ടപ്പന നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫാദർ വർഗീസ് മണിയമ്പ്ര, അനീഷ് മാത്യു, ഫാദർ സോമൻ വർഗീസ്, MC വർഗീസ്, ഔസേപ്പച്ചൻ ചേറ്റുകുഴി, മാണി TK, സതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നെടുങ്കണ്ടം ആശാഭവൻ സ്പെഷ്യൽ സ്കൂളിന് ക്രിസ്മസ് സമ്മാനമായി ലഭിച്ചത് മാരുതി ഒമിനി വാൻ. കലിപ്സോ അഡ്വഞ്ചർ അക്കാദമിയാണ് ഒമിനി വാൻ സ്കൂളിന് സമ്മാനിച്ചത്. സാഹസിക പ്രേമികൾ ക്രിസ്മസ് സമ്മാനമായി നെടുങ്കണ്ടം ആശാഭവൻ സ്പെഷ്യൽ സ്കൂളിന് സമ്മാനിച്ചത് മാരുതി ഒമിനി വാൻ. കുട്ടികൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിനും ആശുപത്രി ആവശ്യങ്ങൾക്കും വാഹനം വേണമെന്ന ആവശ്യം മനസ്സിലാക്കിയാണ് 3.5 ലക്ഷത്തോളം രൂപ വില വരുന്ന വാഹനം സമ്മാനിച്ചത്. എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കലിപ്സോ അഡ്വഞ്ചർ അക്കാദമിയാണ് സ്കൂളിന് ക്രിസ്മസ് സമ്മാനവുമായി എത്തിയത്. വിദേശ സ്വദേശ ടൂറിസ്റ്റുകളെ സൈക്കിളുകളിൽ ഹൈറേഞ്ചിന് മലമടക്കുകളിൽ എത്തിക്കുന്ന അക്കാദമി പ്രവർത്തകർ മുമ്പ് സ്കൂൾ സന്ദർശിച്ചിരുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം സ്വയം പര്യാപ്തത കൈവരിക്കാൻ ആവശ്യമായ വിവിധ പ്രവർത്തനങ്ങളും നടത്തുന്ന ആശാഭവൻ സ്പെഷ്യൽ സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങളും ആവശ്യങ്ങളും കണ്ടറിഞ്ഞാണ് സ്കൂൾ അധികൃതരുടെ അഭ്യർത്ഥന മാനിച്ച് വാഹനം നൽകിയത്. അപ്പം നമ്മളോട് അതിന് സാമ്പത്തികമായിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ 45 കുട്ടികൾ ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം ഹോസ്പിറ്റലിൽ പോവുക, അല്ലെങ്കിൽ അവർക്കൊരു അവരുടെ മെസ്സ് കാര്യങ്ങളിൽ കടകളിൽ പോവുക, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായി ഒരു ചെറിയ വാഹനമാണ് ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ടത്. അത് തരുന്നതിന് വളരെ സന്തോഷം തികച്ചു. അതുപോലെ തന്നെ കാലിപ്സോ അഡ്വഞ്ചർ കമ്പനിയുമായിട്ട് എറണാകുളത്തുള്ള സംയുക്തമായിട്ട് ഒന്നിച്ച് ഞങ്ങൾ വാഹനം വാങ്ങിച്ച് തരാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ എൽസ ടോമിന് വാഹനത്തിന്റെ താക്കോൽ അക്കാദമി ജനറൽ മാനേജർ വിശാൽ കോശി കൈമാറി. കമാൻഡർ സാമുവൽ, കമാൻഡർ മധുസൂദനൻ, ദീപു, ദാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്,
കട്ടപ്പന. സ്വർണം പവന് 20,200 രൂപ, 1 ഗ്രാം 2,525 രൂപ, വെള്ളി ഗ്രാമിന് 40 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. കമ്പോള വാർത്തകൾ. ഏലം കൂടിയ വില 825, കുറഞ്ഞ വില 750. കുരുമുളക് 660 രൂപ, കാപ്പി 133 രൂപ, റബ്ബർ 103 രൂപ, ഗ്രാമ്പു 975 രൂപ, കൊക്കോ 52 രൂപ. ജാതി കൂടിയ വില 300, കുറഞ്ഞ വില 275. ജാതിപത്രി കൂടിയ വില 1000, കുറഞ്ഞ വില 900. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോലീസിന്റെ കടപരിശോധനയ്ക്കിടെ കൈഞ്ഞരമ്പ് മുറിച്ച് കടയുടമ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കഞ്ചാവ് റെയ്ഡ് നടത്തിയപ്പോഴാണ് ചെറുതോണി ഹൈമ ബ്യൂട്ടി പാർലർ ഉടമയായ സ്ത്രീ പോലീസിനോട് എതിർത്ത ശേഷം കടയ്ക്കുള്ളിൽ വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയത്. ഇടുക്കിയുടെ പ്രശ്നങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു സർക്കാർ ജീവനക്കാരൻ ഡോക്ടർ കിന്നസ് മാടസ്വാമിയാണ് മുല്ലപ്പെരിയാർ വിഷയം ഉൾപ്പെടെ ഐക്യരാഷ്ട്രസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം തുടരുന്നത്. പ്രേക്ഷക സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിച്ച് കട്ടപ്പന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലോക്കൽ ചാനൽ ഉടമകൾ കേരള മിഷന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വ്യാപകമായി വെട്ടിനശിപ്പിക്കുന്നു. സാമൂഹ്യവിരുദ്ധരായ ഇത്തരക്കാർ കേബിളുകൾ വെട്ടിനശിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് സംപ്രേഷണത്തിൽ തടസ്സം നേരിടുന്നത്. ചെറുതോണിയിൽ ജലവിതരണ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. കൂടാതെ വെള്ളം കുത്തിയൊലിച്ച് റോഡിന്റെ തിട്ടകൾ ഇടിയുന്നതും പതിവാകുന്നു. പ്രമുഖ ഗ്യാസ് കമ്പനി നെടുങ്കണ്ടം മേഖലയിലെ ഉപഭോക്താക്കളെ കുമളി ഏജൻസിയുടെ പരിധിയിലാക്കി. നെടുങ്കണ്ടം മേഖലയിലുള്ളവർ ഗ്യാസ് ഏജൻസി ഓഫീസിലെത്തണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട ഗതികേടിൽ. മാങ്കുളം സ്വദേശിനിയായ സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ തോട്ടമുടമയെ റിമാൻഡ് ചെയ്തു. പെരുമ്പാവൂർ നെടുംതോട് കൊല്ലംകുടി വീട്ടിൽ മുഹമ്മദ് അലിയെയാണ് ദേവികുളം കോടതി റിമാൻഡ് ചെയ്തത്. ഇടുക്കി നെറ്റ് വാർത്തകൾ ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതൻ ചാരുതയോ. മഴവില്ലഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതൻ ചാരുതയോ. Celebrating 50 magical years. ലതാ ടെക്സ്റ്റൈൽസ്, മെയിൻ റോഡ്, കട്ടപ്പന. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് ഘട്ടപര്യണ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ്. സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടൻ വിളിച്ചു പറയുന്ന കടയില്.
നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കല്ല കിടുക്കി ഡ്രസ്സ് വേണം, നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്, നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ, ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. രുചിയുടെ ഉയരങ്ങൾ കീഴടക്കൂ ഞങ്ങളോടൊപ്പം. അഡോൺ ബേക്കേഴ്സ്, പള്ളിക്കവല, കട്ടപ്പന. അഡോൺ ബേക്കേഴ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്, KG's ബിൽഡിംഗ്, ഇരട്ടയാർ റോഡ്, കട്ടപ്പന. ടേസ്റ്റ് ഇൻ ഹൈ റേഞ്ച്. ഏവർക്കും അഡോൺ ബേക്കേഴ്സിന്റെ ക്രിസ്മസ് ആശംസകൾ. You know that thing must be 100 years old. ചന്ദം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोलना सुन मेरे प्यार की तुम मेरे डोलना सुन मेरी चाहते KG's ജ്വല്ലറി, കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകൾ. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും.